നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രത്യേകം വന്ദനം പറയുന്നു. നമുക്ക് ഒന്നിച്ച് വിവിധ സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് ഒന്നിച്ച് കർത്തൃ സന്നിധാനത്തിൽ ദൈവനാമത്തിന് മഹത്വം കൊടുക്കത്തക്കവണ്ണം നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. ഇന്ന് ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരന്മാർക്കും സഹോദരിമാർക്കും, പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസൻ ഷാജുവിനും പ്രത്യേകം വന്ദനം പറയുന്നു. നമ്മുടെ ഈ തരത്തിലുള്ള ഈ പ്രവർത്തനം വളരെയധികം പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. ലോകത്തിന്റെ അറ്റത്തോളം എത്തേണ്ട ഈ സുവിശേഷം ലോകത്തിന്റെ ഏതറ്റത്തിരിക്കുന്നവർക്കും ഈ വചനം കേൾക്കാനുള്ളതായ സാഹചര്യമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് പരമാവധി നമ്മുടെ ലോകത്തിന്റെ ഏത് ഭാഗത്തിരിക്കുന്നവർക്കും അവരെയൊക്കെ ഈ വസ്തുതയൊന്ന് അറിയിക്കാനും ഇങ്ങനൊരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ടെന്നും അത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നുമുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവരെയും ഒന്ന് അറിയിക്കണം. അത് അനേകർക്ക് ദൈവവചനം സത്യങ്ങൾ കേൾക്കാൻ, ദൈവവചന സത്യങ്ങൾ കേൾക്കുക എന്ന് മാത്രമല്ല, അവരെ വിശ്വസിച്ച സത്യത്തിൽ ജീവിതകാലം മുഴുവനും നിൽക്കത്തക്കവണ്ണം വിശ്വസിച്ച സത്യം ജീവപര്യന്തം ആ സത്യത്തിൽ നിലനിൽക്കാൻ കൂടെ സാധിക്കണം. അതിന് ദൈവവചന പഠനം കൂടിയേ തീരൂ. ദൈവവചന പഠനം കൂടിയേ തീരൂ. എന്തിന്? നാം അറിഞ്ഞ ഈ വിശ്വാസത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നവരെ ഇതിൽ നിലനിൽക്കാൻ അത് നമുക്ക് സാധിക്കണം. അതിന് ദൈവവചനം വേണ്ടതുപോലെ പഠിച്ച് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം, അതിൽ നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ട് തെറ്റിപ്പോകുന്നു എന്നുള്ള വാക്ക് ഞാൻ എവിടെയും പറയാറുണ്ട്. നിങ്ങൾ തിരുവെഴുത്തുകളെയും തിരുവെഴുത്ത് ദൈവശക്തി ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ, ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ പ്രാധാന്യമുള്ളതാണ് ദൈവവചനം. ആ തിരുവെഴുത്ത് ദൈവശക്തി. ദൈവവചനം വേണ്ടതുപോലെ മനസ്സിലാക്കണം. ദൈവശക്തിയും എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കൈവശം നോട്ട്ബുക്കും പിന്നെ പേനയും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇതൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തിയിടണം. അത് ഇന്ന് തന്നെ ഈ എഴുതിയതൊക്കെ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കണം. ഇന്ന് തന്നെ നമ്മൾ ആ കാര്യം ചെയ്യുന്നെങ്കിൽ നമ്മൾ പിന്നെ ഒരിക്കലും അത് മറക്കത്തില്ല. ശരി, ഏതായാലും കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ട ഒരിക്കൽ കൂടെ ഞാൻ ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് കഴിഞ്ഞ കാലങ്ങളെക്കാൾ ദൈവവചനം പഠിക്കാനും പഠിപ്പിക്കാനും മുൻപ് എന്നത്തെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ കൂടിപ്പോകുന്ന ഈ സഭയിൽ ഈ 5 ദിവസം ബൈബിൾ ക്ലാസ്, പകല് രാത്രി ബൈബിൾ ക്ലാസ് നടത്തുന്നു. തിരക്കുള്ള ജോലിക്കാരാണ് ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ. എല്ലാവരും തിരക്കുള്ളവരാണ്. പക്ഷെ എന്നിട്ടും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളും ക്ലാസ്സിന് വന്നേക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നി. അവര് ക്ലാസ്സിന് വന്നിരിക്കുക. നാളെ ക്ലാസ് ഉണ്ട്, പക്ഷെ നാളെ പരീക്ഷയുണ്ട്, ഇന്ന് ക്ലാസ്സിന് വന്നിരിക്കുന്നു. അതൊക്കെ വളരെ ഒരു സന്തോഷകരമായ അനുഭവമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷയെ സംബന്ധിച്ച, രക്ഷയ്ക്ക് ഊന്നൽ കൊടുത്ത്, രക്ഷയ്ക്ക് നമ്മൾ ഊന്നൽ കൊടുക്കുന്നു. വേദപുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം തന്നെ രക്ഷ എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രക്ഷയാണ്. ഏത് മനുഷ്യനും രക്ഷിക്കപ്പെടണമെന്ന്, രക്ഷ പ്രാപിക്കണമെന്ന്, അത് സംബന്ധിച്ചുള്ള വിവിധ വശങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടുക, ഈ കാര്യങ്ങൾ പറയാൻ
അതും അതിന്റെ വിവിധ വശങ്ങളൊക്കെ പറയാൻ ഒരു സുവിശേഷ പ്രതിയുടെ അത്രയും മതിയായിരുന്നു നമ്മുടെ പുസ്തകം. ഒരു സുവിശേഷ പ്രതി, മത്തായിയുടെ സുവിശേഷം 28 അധ്യായം. അതുപോലത്തെ ഒരു പുസ്തകം കൊണ്ട് മതി. പക്ഷേ കർത്താവ് കണ്ടു അത് പോരാന്ന്. രക്ഷയുടെ വിവിധ വശങ്ങൾ, രക്ഷയിൽ നിലനിൽക്കണം, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം, രക്ഷിക്കപ്പെടുക എന്നുള്ളത് മാറ്റിവെച്ചാലുള്ള കുഴപ്പം എന്താണ്, രക്ഷിക്കപ്പെടാൻ തൽക്കാലം ഒരുക്കമില്ല എന്ന് വിചാരിച്ചാൽ എന്ത് കുഴപ്പം, അല്ല ഇനിയിപ്പം രക്ഷിക്കപ്പെട്ടാൽ എന്ത് പ്രയോജനം, രക്ഷിക്കപ്പെട്ടില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്, ഇതൊക്കെ അതിന്റെ സവിസ്തരമായ നിലയിൽ ആളുകളുടെ ഉള്ളിൽ നിന്ന് ഉള്ള ചിന്താക്കുഴപ്പങ്ങളും തെറ്റിദ്ധാരണകളും ആ തെറ്റിദ്ധാരണകളും ഒക്കെ മാറി ശരിയാവണ്ണം ഈ കാര്യം മനസ്സിലാക്കാൻ, അതിൽ ഉറയ്ക്കാൻ നമുക്ക് ഈ 66 പുസ്തകം ഉണ്ടെങ്കിലേ പറ്റൂ. ഈ 66 പുസ്തകം ഉണ്ടെങ്കിലേ പറ്റൂ ഈ വിധ സത്യങ്ങളൊക്കെ ഗ്രഹിക്കാനും അറിയാനും മനസ്സിലാക്കാനും അനുബന്ധ വിഷയങ്ങളൊക്കെ ഓർക്കാനും മനസ്സിലാക്കാൻ പഠിക്കാനൊക്കെ. ഈ 66 പുസ്തകം ഉണ്ടെങ്കിലേ പറ്റൂ എന്ന് ദൈവത്തിന്റെ ആത്മാവ് കണ്ടിട്ടാണ് 66 പുസ്തകവും നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അങ്ങനെ പുതിയതായിട്ട് ആരെങ്കിലും രക്ഷാനിർണയം പ്രാപിച്ച് ഒരു വീണ്ടും ഞാൻ അനുഭവത്തിലേക്ക് വരുന്നവർ, ദൈവിക സത്യങ്ങൾക്ക് വിധേയപ്പെട്ട് ഇനിയും ദൈവിക സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കും എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ആ വിധത്തിൽ മുന്നോട്ട് വരുന്ന പക്ഷം അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കാൻ ബൈബിൾ കൊടുക്കാൻ ഉള്ള ക്രമീകരണമുണ്ട്. അവർക്ക് സൗജന്യമായിട്ട് അങ്ങനെ ആ വിധത്തിൽ ആരെങ്കിലും മുന്നോട്ട് വരുന്ന പക്ഷം കൊടുക്കാനുള്ള ക്രമീകരണം ഉണ്ട്. അവരത് പ്രയോജനപ്പെടുത്തണം. കൈവശം ഒരു ബൈബിൾ ഇല്ല എന്നുള്ള കാരണത്താൽ ദൈവിക സത്യങ്ങളെ അറിയാതെ പോകരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം ഇവിടെ നമ്മള് ഈ പ്രവൃത്തി പുസ്തകത്തിലെ ചില സംഭവങ്ങൾ, സുവിശേഷത്തിലെ കാര്യങ്ങൾ, പഴയ നിയമത്തിലെ വിഷയങ്ങൾ, ഇതൊക്കെ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതും എല്ലാവരും ഗ്രഹിക്കേണ്ടതുമാണ്. അറിയാതെ പോകരുത്. നമ്മള് തൃശ്ശൂരിൽ ചെന്നിട്ട് കൽക്കട്ടയ്ക്ക് പോകാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇന്നാണ് പോകേണ്ടതെന്നിരിക്കട്ടെ, ഇന്നാണ് പോകേണ്ടത്. വൈകുന്നേരം 7 മണിക്കുള്ള ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് കൽക്കട്ടയ്ക്ക്. നമ്മൾ അവിടെ എത്തി. തൃശ്ശൂരിൽ നമ്മുടെ ലഗേജും ഒക്കെ ആയിട്ട് എത്തി. അപ്പോഴവിടെ നോട്ടീസ് ബോർഡിൽ അറിയിച്ചിരിക്കുന്നു, കൽക്കട്ട ട്രെയിൻ റദ്ദാക്കിയേക്കുന്നത്. അപ്പൊ അത് വളരെ നേരത്തെ തന്നെ നോട്ടീസ് ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നതാ. കൽക്കട്ടയ്ക്ക് വൈകുന്നേരം 7 മണിക്കുള്ള ട്രെയിൻ റദ്ദാക്കിയെന്ന് വളരെ നേരത്തെ തന്നെ എഴുതിയിട്ടിരിക്കുന്നതാ. പക്ഷെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്ക് അത് നമ്മളെ വ്യക്തിപരമായി വിളിച്ചറിയിക്കാൻ അവർക്ക് സാധിക്കത്തില്ല. ഇന്ന് ട്രെയിൻ ക്യാൻസലാക്കി എന്നുള്ള കാര്യം വ്യക്തിപരമായിട്ട് നമ്മളെ അറിയിക്കാൻ അവർക്ക് സാധിച്ചെന്ന് വരില്ല. അത് അറിയേണ്ടത് നമ്മുടെ ചുമതലയാ, ട്രെയിൻ റദ്ദാക്കി എന്നുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ? നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മുടെ ചില വ്യക്തമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടു വന്നത് നമുക്ക് ട്രെയിൻ കിട്ടിയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ചില പ്രത്യേക പദ്ധതികളൊക്കെ നടക്കാതെ പോയി. നമുക്ക് സാമ്പത്തിക നഷ്ടം, മടങ്ങിപ്പോകേണ്ടി വന്നു. അറിഞ്ഞിരിക്കേണ്ടതായിരുന്നത്.
അപ്പൊ ഇങ്ങനെയാണ് ദൈവിക വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന രക്ഷ. അതിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും അതിന്റെ ശ്രേഷ്ഠതയൊക്കെ എത്ര നമ്മൾ പറഞ്ഞാലും അത് ഒട്ടും അധികമല്ല. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിത്യനരകത്തിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയെ നമ്മൾ ഇടയ്ക്ക് തടഞ്ഞു നിർത്തി. നിത്യനരകത്തിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയെ, പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ തടഞ്ഞു നിർത്തി അവനെ സ്വർഗത്തിലേക്ക് തിരിച്ചയച്ചു. സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു, അവനെ പ്രോത്സാഹിപ്പിച്ചു, അങ്ങോട്ട് അയക്കുന്നു. അവനെ തടഞ്ഞു നിർത്താൻ സാധിച്ചു. മോനെ, നീ എങ്ങോട്ട് പോകുന്നു? എനിക്ക് സ്വർഗത്തിലാ പോകേണ്ടത്. പക്ഷെ ഇതല്ലല്ലോ വഴി, ഈ വഴി നരകത്തിലോട്ടാണല്ലോ. അല്ല, എനിക്ക് അങ്ങനെ ബോധ്യമില്ല എന്ന് വിചാരിച്ചു. അയാളെ ബോധ്യപ്പെടുത്തി സ്വർഗത്തിലേക്ക് ഉള്ള അയാളെ ഡയറക്റ്റ് ചെയ്ത് വിടുന്നു. നോക്ക്, അയാൾക്ക് എത്ര സന്തോഷമുണ്ടായി. അയാൾക്കുണ്ടായ സന്തോഷം കുറച്ചാണോ? എന്റെ വിചാരം ഇതിലാ പോയാലേ സ്വർഗത്തിൽ എത്തൂ എന്നായിരുന്നു. വളരെ വൈകിയാണെങ്കിലും എനിക്ക് മനസ്സിലായി ഇതല്ല വഴിയെന്ന്. അപ്പൊ ആ വഴി ഞാൻ തിരഞ്ഞെടുത്തു. രക്ഷയുടെ ഒരു വശമായത്. രക്ഷയുടെ ഒരു വശം ഇതാണ്. നമ്മുടെ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1:21. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയുക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇതാ വാക്യം. 1 കൊരിന്ത്യർ 1:21. ലോകത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയുന്നില്ല. ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാം. നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സർവപ്പള്ളി രാധാകൃഷ്ണൻ എന്ന്, അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ താത്വികൻ, തത്വജ്ഞാനി ആണ്. അദ്ദേഹത്തിന്റെ വിഷയം ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട തത്വശാസ്ത്രം. ഒരു തത്വജ്ഞാനിയാണ്. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തോട് ലോകത്തിൽ ഒരുത്തനും എതിർത്ത് നിൽക്കാൻ കഴിയുകയില്ല. ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹം ഓക്സ്ഫോർഡിലെ അധ്യാപകനാണ് ഈ രാധാകൃഷ്ണൻ. ഏറ്റവും ഔന്നത്യമുള്ള ജ്ഞാനമുള്ളയാള്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൊച്ചിക്കാരൻ ഒരു ആള്. അയാളുടെ കൊച്ചിക്കാരനായ ആ ആളുടെ രാമകൃഷ്ണൻ, അയാളുടെ പേര് രാമകൃഷ്ണൻ. കൊച്ചി രാജകുടുംബമായിട്ട് ബന്ധമുള്ള ഒരു ആളാണ് രാമകൃഷ്ണൻ എന്നു പേരുള്ളയാള്. അദ്ദേഹത്തിന്റെ ഭരണവുമായിട്ടും കൊച്ചി രാജാവ് എന്നുള്ള നിലയിലും ആ കുടുംബമായിട്ടുള്ള ബന്ധത്തിലും ഇയാൾക്കും ഓക്സ്ഫോർഡിൽ പോയി പഠിക്കാൻ അവസരമുണ്ടായി. ആർക്ക്? ഈ രാമകൃഷ്ണന്. മാത്രമല്ല ഡോക്ടർ രാധാകൃഷ്ണന്റെ ശിഷ്യനും കൂടെയാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പഠിച്ചയാളാ. ഒരേ രാജ്യക്കാരിൽ നിന്നുള്ള നിലയിൽ പഠിക്കാൻ സാധിച്ചു. അവിടെ താൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള മറ്റു ചില
തൻ്റെ സഹവിദ്യാർത്ഥികളുടെ സ്വാധീനം കൊണ്ട് തനിക്ക് യേശുവിനെ അറിയാൻ സാധിച്ചു. ഈ ഓക്സ്ഫോർഡിൽ വെച്ച്. ഓക്സ്ഫോർഡ് എന്ന് പറയുന്നത് ബ്രിട്ടനിലെ UK ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി. അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഇവിടെയുള്ള ചില ക്രിസ്തീയ സ്നേഹിതരുടെ സ്വാധീനം കൊണ്ട് ഇയാള് വിശ്വാസമാർഗം ഇവിടെ വെച്ച് സ്വീകരിച്ചു. അത്ര വലിയ ഗ്രാഹ്യമുണ്ടായില്ല ക്രിസ്തീയ മാർഗത്തെ സംബന്ധിച്ച്, ഒരു അറിവ് ഉണ്ടായെന്നേ ഉള്ളൂ. യേശു ഒരു രക്ഷകനെന്ന് മനസ്സിലായി. താൻ എന്ത് ചെയ്തു? ക്ലാസ്സും തന്റെ കോഴ്സും എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നു. തന്റെ ഹൃദയത്തിൽ വലിയ ഒരു ശൂന്യതാബോധമുണ്ടായി. ഹൃദയത്തിൽ ഒരു ശൂന്യതാബോധം. എന്ത് ചെയ്യണം, എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു 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 ലക്ഷ്യബോധത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല. ഒരു ഹൃദയത്തിൽ ഒരു വലിയ എന്തോ ഒരു നഷ്ടപ്പെട്ട ഒരു പ്രതീതി. താൻ വിചാരിച്ചു ഇനി ഒരു നല്ല ജ്ഞാനിയെ, ഒരു ഗുരുവിനെ കണ്ടെത്തി എന്ത് ചെയ്യണമെന്ന്, ഭാവി ഒന്ന് നിർണയിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആരെ കണ്ട് ചോദിക്കണം, ആരോട് പറയണം വിഷയം. തനിക്ക് മനസ്സിലായി അതിന് പറ്റിയ ആള് തന്റെ അധ്യാപകൻ രാധാകൃഷ്ണൻ തന്നെയാണെന്ന്. അന്ന് അദ്ദേഹം പ്രസിഡന്റ് ആയി കഴിഞ്ഞിരിക്കുന്നു, ഇന്ത്യയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ രാമകൃഷ്ണന് വേഗത്തിൽ രാധാകൃഷ്ണനെ കാണാൻ അവസരം ലഭിച്ചു. പല മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചു. ഇരുടടഞ്ഞതും എന്ത് ചെയ്യണം, സാറിന്റെ അഭിപ്രായം എനിക്ക് കേൾക്കണം. രാധാകൃഷ്ണൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കും. അതിന് താനൊരു ഗുരുവിനെ കണ്ടെത്തണം. അപ്പോൾ അയാൾ ചോദിച്ചു, ആരായിരിക്കണം ആ ഗുരു? ഇദ്ദേഹം വിചാരിച്ചത് ഒരു പക്ഷേ ഇനിയും നാരായണ ഗുരുവിനെയോ അല്ലെങ്കിൽ ബുദ്ധനെയോ ഒക്കെ ഉദ്ധരിച്ച് പറയാമെന്നാ കരുതിയത്. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞത്, നീ ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ അത് ക്രിസ്തു യേശു ആയിക്കോട്ടെ, യേശു ക്രിസ്തു ആയിക്കോട്ടെ. അതിനേക്കാൾ ഒരു ഗുരു എന്റെ മുമ്പിലില്ല. അതിനേക്കാൾ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരാളെ എന്റെ മുമ്പിൽ കാണുന്നില്ല. രാധാകൃഷ്ണനും സന്തോഷം, രാമകൃഷ്ണനും സന്തോഷം. താൻ അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഉപദേശം സ്വീകരിച്ചു. നാട്ടിൽ വന്നു. യേശു ക്രിസ്തുവിൽ താൻ വിശ്വാസം പൂർണ്ണമായി അർപ്പിച്ചു. ദൈവവചനം അതുപോലെ അനുസരിച്ച് കർത്താവിന്റെ നാമത്തിനു വേണ്ടി പ്രസംഗിക്കാൻ ഒരു മിഷണറിയായി മാറി ഈ രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഫുൾ പേരാണ് പോൾ രാമകൃഷ്ണൻ. പോൾ രാമകൃഷ്ണൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. ഇന്ത്യയിലും വിവിധ രാജ്യങ്ങളിലും അദ്ദേഹം പ്രസംഗിക്കാൻ പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്നുകൂടെ ഞാൻ പറയാം. ലോകത്തിന്റെ ജ്ഞാനത്തിൽ 1 കൊരിന്ത്യർ 1:21, ലോകത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായുക കൊണ്ട്, ഈ ലോകത്തിന്റെ കുറെ ജ്ഞാനം ലഭിച്ചതുകൊണ്ട് അവനൊരു വിശ്വാസിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനാണെങ്കിൽ ഡോക്ടർ രാധാകൃഷ്ണനേക്കാൾ മികച്ച ഒരു ജ്ഞാനി ആ കാലഘട്ടത്തിൽ ഇല്ല. അദ്ദേഹം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ല. പക്ഷേ പലർക്ക് ഉപദേശം നൽകിയത് യേശു അതിനെ പറ്റിയ ആളാണെന്നാണ്. വിദ്യാഭ്യാസം കൊണ്ട് കർത്താവിനെ അറിയണമെന്ന് നിർബന്ധമില്ല. ലോകത്തിന്റെ ജ്ഞാനത്തിൽ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയുന്നില്ല.
പിന്നെ എങ്ങനെ അറിയുന്ന? ഈ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് ഒരു മനുഷ്യൻ ദൈവത്തെ അറിയണമെന്ന് നിർബന്ധമില്ല. പിന്നെ എങ്ങനെ അറിയണം? പ്രസംഗം എന്ന ഫോഷത്വം വന്നു. മനുഷ്യന്റെ മുമ്പിൽ ഈ പ്രസംഗം എന്ന് പറയുന്നത് ഒരു ഫോഷത്വമാണ്. അവരുടെ ദൃഷ്ടിയിൽ സമയം കളയുന്ന ആളുകൾ, ഈ വില കുറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ കണ്ടോ. കർത്താവിന്റെ വചനം എത്ര കൃത്യം. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട്. ആരെയാണ് ദൈവം രക്ഷിക്കുന്നത് നോക്കിക്കേ. ദൈവം രക്ഷിക്കുന്നത് വിശ്വസിക്കുന്നവരെ. ആ വാക്ക് ഒന്ന് അടിയിലായിടുവോ? വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഫോഷത്വത്ത. പ്രസംഗം എന്ന് പറയുന്നത് ഫോഷത്വം. ആളുകൾക്ക്, ലോകക്കാർക്ക് ഈ ലോകത്തിലെ ജനങ്ങൾക്ക് ഈ പ്രസംഗം എന്ന് പറയുന്നത് ഒരു ഫോഷത്വമാണ്. അതിന് ഒട്ടും പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല. അതിന് യാതൊരു തരത്തിലുള്ള പ്രസക്തിയും കൊടുക്കുന്നില്ല. പ്രസംഗം, അതിനെ ജനം പുച്ഛിച്ച് തള്ളുകയാണ്. സുവിശേഷ പ്രസംഗം ജനം പുച്ഛിച്ച് അവജ്ഞയോടെ കാണുകയാണ്. പക്ഷെ കർത്താവ് എന്ത് ചെയ്തെന്ന? വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഫോഷത്വത്താൽ രക്ഷിക്കുവാൻ ജനത്തിന്, ദൈവത്തിന് പ്രസാദം തോന്നി. രക്ഷിക്കാൻ, രക്ഷ എന്നുള്ളത് എത്ര കൃത്യം, എത്ര യാഥാർത്ഥ്യമാണ് രക്ഷ എന്നുള്ളത്. അത് വെറും ഒരു തോന്നലോ, അത് വെറും ഒരു സാങ്കല്പികമായ വിഷയം അല്ല. സാങ്കല്പികം, അതൊക്കെ കേവലം തോന്നലാണെന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ കേവലം തോന്നലല്ലേ എന്ന് പറയുന്ന ആളുകൾ എത്ര? അല്ല, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. രക്ഷിക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നി. രക്ഷിക്കുന്നവൻ, ഏക രക്ഷകൻ, അവനാണ് രക്ഷിക്കുന്നത്. ആരെയെങ്കിലും വിട്ട് രക്ഷിക്കുകയല്ല, ആരെയെങ്കിലും അയച്ച് രക്ഷിക്കുകയല്ല, താൻ തന്നെ വന്ന് രക്ഷിക്കുകയാണ്. അതതിൻ്റെ ഒരു പ്രത്യേകത. താൻ തന്നെ നമ്മെ വന്ന് രക്ഷിക്കാൻ വരുന്നു. നമ്മളെ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്നും ആര് കയറ്റിയെന്ന? നിങ്ങൾ അതിനൊരു മറുപടി എനിക്ക് പറയുന്നതിൽ മറ്റു പ്രശ്നമൊന്നുമില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ അവൻ എന്നെ കയറ്റി. അവൻ എന്നെ കയറ്റി. അവരെന്നല്ല, അവളെന്നല്ല, അവൻ എന്നെ കയറ്റി. ഉറപ്പുള്ള ഒരു പാറമേൽ കൊണ്ടെന്നെ നിർത്തി. കുഴഞ്ഞ ചേറും ഉറപ്പുള്ള പാറയും തമ്മിലൊന്നും താരതമ്യം ചെയ്ത് നോക്കിക്കേ. കുഴഞ്ഞ ചേറ് ആയിരുന്നു, ഇപ്പോൾ ഞാൻ ഉറപ്പുള്ള പാറമേല. എന്നെ അവിടെ നിർത്തി. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നു. പിന്നെ ചെയ്തതെന്നറിയാമോ? എന്റെ വായിലൊരു പുതിയ പാട്ടും തന്നു. അപ്പൊ രക്ഷയെ സംബന്ധിച്ചുള്ള വിവിധ വശങ്ങളുടെ ഒരു ഭാഗമായത്. എന്റെ വായിലൊരു പുതിയ പാട്ട്.
പുതിയത് ഇതുവരെ ആരും പാടാത്തത്. പുതിയതെന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും പാടാത്തതാണ്. ഇതുവരെയും ആരുടെയും ചിന്തയിൽ വരാത്തത്, ആരുടെയും മനസ്സിൽ തോന്നാത്ത, ഇതുവരെയും ആരും പാടിയിട്ടില്ലാത്ത ഒരു പാട്ട് എൻ്റെ വായിൽ. അപ്പൊ ഈ വായിൽ ഒരു പാട്ട് തരാൻ കർത്താവിനെ പ്രേരിപ്പിച്ചത് വേറൊരു കാര്യമാണ്. എന്തുകൊണ്ടാ വായില് ഒരു പാട്ട് എഴുതി നമ്മുടെ കയ്യിൽ കടലാസ് എഴുതി, ഒരു പാട്ട് നമ്മുടെ ഒരു കടലാസിൽ എഴുതി, ഒരു തോലിച്ചുള്ളയിൽ ഒരു പാട്ട് എഴുതി നമ്മുടെ കയ്യിൽ തരിക അല്ല ചെയ്തത്. ഒരു തോലിച്ചുള്ളയിൽ ഒരു പാട്ട് എഴുതി നമ്മുടെ കയ്യിൽ തന്നു, പാടിക്കുവോ? അല്ല, അങ്ങനല്ല. പാട്ട് നമ്മുടെ വായിൽ തന്നു എന്ന്. ആ വായിൽ ഈ പാട്ട് തരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഒരു തോൽ ചുരുളൻ എഴുതി കൈ തന്നതല്ല. അതിനുള്ള കാരണം അതിന്റെ റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിലതൊന്ന് വായിക്കാം. 13, 14 വായിക്കാം. റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 13 ഉണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിൽക്കുന്നു. അവരുടെ തൊണ്ട, അവരുടെ നാവ്, അതെ, തുറന്ന ശവക്കുഴി എന്ന്. ശവക്കുഴി തുറന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും? പതിമൂന്ന്, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. സർപ്പവിഷത്തെക്കാൾ വലിയ വിഷമുണ്ടോ? ആ, സർപ്പവിഷത്തെക്കാൾ വലിയ വിഷമുണ്ട്. പൊട്ടാസ്യം സൈനൈഡ്. പഴയകാല ശാസ്ത്രജ്ഞൻ ഇതിന്റെ രുചി അറിയാനായിട്ട് ഒരു സാഹസ ശ്രമം നടത്തിയത് കേട്ടിട്ടുണ്ട്. പൊട്ടാസ്യം സൈനൈഡിന്റെ രുചി ഒന്ന് അറിയണം. തന്റെ ലാബിൽ, തനിക്കറിയാം മായി ചെല്ലുന്നതിന് മുമ്പ് മരിക്കുമെന്ന് തനിക്കറിയാം. എന്നാലും പറ്റുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി ഒന്ന് രുചിച്ചു നോക്കി. വലത്തെ കയ്യിൽ പേന ഒരുക്കി വെച്ചു, മുമ്പിൽ കടലാസ് വെച്ചു, പെട്ടെന്ന് രുചി എഴുതാൻ വേണ്ടിയുള്ള ഒരു തിടുക്കം ശ്രമം നടത്തി. ഒരു ബദ്ധ ശ്രമം. പേന ഒരുക്കി വെച്ചു, വലം കയ്യിൽ കടലാസം വെച്ചു, പക്ഷെ സാധിച്ചില്ല രുചി എഴുതാൻ. നാക്കേൽ ഒരു തുള്ളി വെച്ചപ്പോ തന്നെ മരിച്ചു. അത്രയ്ക്ക് ഭയാനകമായ വിഷം. പക്ഷേ അത്രയും വരില്ല സർപ്പവിഷം. ഇവിടെ നോക്കിക്കേ, വായിൽ സർപ്പവിഷം, ചതി, വഞ്ചന. ഇത് നിർവീര്യമാകാൻ വേണ്ടിയാണ് കർത്താവ് ആ വ്യക്തിക്ക് നാവിൽ ഒരു പാട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തു. ആ പാട്ടിന്റെ ശക്തി കൊണ്ടും പാട്ടിന്റെ സ്വാധീനം കൊണ്ടും ഇതെല്ലാം അലിഞ്ഞങ്ങ് പോയി സർപ്പവിഷം. ആ പാട്ടിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു ശക്തിക്കും കേൾപ്പില്ല. ദൈവം അവന്റെ വായിൽ വെച്ചു കൊടുത്ത പാട്ടിന്റെ മുമ്പിൽ നിൽക്കാൻ ഈ ലോകത്തിലെ ഒരു വിഷശക്തിക്കും സാധ്യമല്ലെന്ന് ഓർക്കണം. അവന്റെ വായിലെ വിഷവും അവന്റെ വഞ്ചനയും കയ്പും എല്ലാം ഇതോടെ അവസാനിച്ചു. ഇതാണ് ഈ രക്ഷ എന്നുള്ള വാക്കുകൊണ്ട് അതിന്റെ മഹത്വം. ഇതാണ്
മൂന്നാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. അപ്പം കർത്താവ് ഒരുത്തനെ രക്ഷിച്ചെടുക്കുക, ഒരുത്തനെ രക്ഷിക്കുന്ന രീതിയായത്. അത് ആർക്കേ പറ്റുള്ളെന്ന കർത്താവിനെ പറ്റുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ പറയുന്നത് കേട്ടു. വലിയ വിശാലമായ ഒരു പറമ്പിൽ കൂടെ ഒരു ഭാര്യയും ഭർത്താവും നടന്നു പോകുന്നു. വിശാലമായ ഒരു പറമ്പ. ആ വിശാലമായ പറമ്പിൽ ഒരു കുളം. ചില കുട്ടികള് അപ്പനമ്മമാരെ ഒളിച്ച് അവിടെ കുളിക്കാൻ വന്നു. അപ്പൊ അതിൽ ഒരു കുട്ടി വെള്ളത്തിൽ നിലയില്ലാത്ത കയത്തിൽപ്പെട്ടു. നിലയില്ലാത്ത കയത്തില്. ഇത് കണ്ട് അതിലെ പോകുന്ന ഒരു ദമ്പതികൾ, ആ ദമ്പതിയിലെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നോക്കിക്കേ, ഒരു കുട്ടി ഈ വെള്ളത്തിൽ മുങ്ങുകയും താഴുകയും ചെയ്യുന്ന കണ്ടോ? കുറച്ച് ഗൗരവമാണ് വിഷയം. ഒരു കുട്ടി മുങ്ങുകയും താഴുകയും ചെയ്യുന്നു. കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് കേട്ട അവരുടെ ഭർത്താവ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഇത് കേട്ട ഭർത്താവ് പറഞ്ഞത്, ഇതിലിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വിഷയത്തിൽ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കുളം, അവരുടെ കുട്ടി, അവരുടെ കുളമെന്ന്, കുട്ടിയും അവരുടെ. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചക്കാരെ പോലെ നിൽക്കുന്നതായി ലോകത്തിലുള്ള എല്ലാവരും. അവർക്കതേ സാധിക്കൂ. കാഴ്ചക്കാര് വെള്ളം കുടിച്ചാലും കൊള്ളാം, നശിച്ചാലും കൊള്ളാം, ആത്മഹത്യ ആയാലും കൊള്ളാം, ഇതൊക്കെ തന്നെ ഇവർക്ക് സാധിക്കൂ. പക്ഷെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മെ രക്ഷിക്കാൻ നമ്മുടെ കർത്താവിനല്ലാതെ സാധിക്കത്തില്ല. ശരി. അപ്പൊ നാം ഇവിടെ പിന്നെ പ്രവർത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ ചില വ്യക്തികൾ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ആകപ്പാടെ നമ്മളെ അസ്വസ്ഥരാക്കുന്ന ഒരു ചോദ്യമുണ്ട്. 2-ാമത്തെ അധ്യായം അതിന്റെ 36-37 വാക്യങ്ങൾ. പ്രവൃത്തി. അവരുടെ ആ ഉള്ളിന്റെ ഉള്ളിലെ അന്തർദാഹം. ആദ്യം നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. നിശ്ചയമായിട്ടും അതിന്റെ 37-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഈ ഒരു ചോദ്യം ലോകത്തുള്ള മറ്റ് ഏത് ചോദ്യങ്ങളെക്കാൾ വലുതാണ്. ഈ ചോദ്യം ആർക്കിമിഡീസിന്റെ പ്രിൻസിപ്പിൾ അറിയാമോ? ആർക്കിമിഡീസിന്റെ പ്രിൻസിപ്പിൾ അറിയാമോ എന്ന ചോദ്യം ഇതിന്റെ താഴെ വരൂ. ഈ ചോദ്യത്തിന്റെ താഴെ വരൂ. പൈതഗോറസിന്റെ തിയറം എന്താണ്? ആ ചോദ്യവും ഇതിന്റെ താഴെ വരൂ. സർ ഐസക് ന്യൂട്ടന്റെ ആപേക്ഷിക സിദ്ധാന്തം, റിലേറ്റീവ് ഡെൻസിറ്റി, ഈ ചോദ്യങ്ങളൊക്കെ ഇതിന്റെ താഴെ തന്നെ വരൂ. അപ്പൊ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചോദ്യം ചില വ്യക്തികളുടെ വായിൽ നിന്ന് ഉയർന്നത് ഈ ചോദ്യമല്ലാതെ മറ്റെന്താ? ഈ ശാസ്ത്രജ്ഞന്മാരുടെയും മറ്റ് ഭൗതികവാദികളുടെയൊക്കെ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ മനസ്സിലാക്കി പഠിച്ചു.
അതുകൊണ്ട് പഠിച്ചതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം കുറെ കൂടെ മെച്ചപ്പെടുത്താമെന്നേ ഉള്ളൂ. അതൊക്കെ പഠിച്ചതുകൊണ്ട് പൈതഗോറം, അതുപോലെ തന്നെ മറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ നിയമങ്ങൾ, ഹ്യൂമൻ ആന്ത്രോപോളജി, ഇങ്ങനെ 100 ശാസ്ത്രശാഖകളുണ്ട്. ഇതൊക്കെ പഠിച്ചു. ഇതിലെ ഒരുപാട് സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിച്ചു. കുറച്ച് പ്രയോജനം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയോജനമുണ്ട്. ഈ ലോകത്തിലെ ജീവിതം കുറെ കൂടെ മെച്ചപ്പെടുത്താം, ഉന്നതങ്ങളിലേക്ക് ഉയരാം, ശാസ്ത്ര ഭൗതിക മണ്ഡലങ്ങളിൽ കുറെ കൂടെ മെച്ചപ്പെട്ട സ്ഥാനം നേടാം. പക്ഷെ നിത്യതയ്ക്ക് ഇത് ബാധകമാകുമോ? ഇതുകൊണ്ട് നിത്യതയിലെത്താൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ഇത് നിത്യതയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നിത്യത ഈ ലോകത്തിൽ നമുക്ക് 70 അല്ലെങ്കിൽ 80 വർഷം, അത് തന്നെ കഷ്ടവും സങ്കടവും ദുഃഖവും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ അങ്ങ് നട്ടം തിരിയുകയാണ്, ബന്ധപ്പെടുക ജീവിക്കാൻ. അതിന് എത്രമാത്രം നമ്മൾ കഠിനാധ്വാനം ചെയ്യണം ഇവിടെ ജീവിക്കാൻ. അതിരാവിലെ എഴുന്നേൽക്കുന്നു, പണിയെടുക്കുന്നു, വൈകി അസ്തമിക്കുന്ന അതിനുശേഷവും പണിയെടുക്കുന്നു. എന്നിട്ടും നേരെ യോഗയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ അതിനേക്കാൾ വലുതാണ് നിത്യത. ഇവിടെ പേരും പെരുമയും ആർജിക്കുന്നതിനേക്കാൾ വലുതാണ് നിത്യത. പേരും പ്രശസ്തിയും അതിനേക്കാൾ വലുതാണ് നിത്യത എന്ന് ഓർക്കുക. അല്ല, അത് സംബന്ധിച്ച് ചില വ്യക്തികളുടെ ഉള്ളിൽ ഉയർന്നത് ചിന്ത, ചോദ്യ രൂപത്തിൽ അവരോട് ചോദിക്കുന്ന ഭാഗം. ഞാൻ അതിന്റെ ഒരു സൂചന കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു സൂചന, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? അതിന്റെ അർത്ഥം എന്താ? എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. 37 വാക്യമല്ലേ, പ്രവൃത്തി 2:37. ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെ എന്ത് ചെയ്യണമെന്ന്. എന്ത് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു പിടിയുമില്ല. എന്ത് ചെയ്യണം? നിത്യതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണോ? ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഞങ്ങൾക്കില്ല. അത് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതറിയാൻ താല്പര്യമുണ്ടെന്ന്. അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. നോക്കിക്കേ, എന്തു ചെയ്യണം? അപ്പൊ അതിന് ആരോടെങ്കിലും ചോദിച്ചാൽ മതിയോ? ഇത് വഴിയെ പോകുന്നവരോട് ചോദിച്ചാൽ ഇതിന് ആൻസർ ഉണ്ടോ? നമ്മുടെ നാട്ടിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമാണിയോട് ചോദിച്ചാൽ ഇതിന്റെ ഉചിതമായ മറുപടി കിട്ടുമോ? ഉയർന്ന ഒരു സ്വാധീനമുള്ള വ്യക്തിയെ കണ്ട് ചോദിച്ചാൽ ഇതിന് മറുപടി കിട്ടുമോ? എന്ത് ചെയ്യണം? ആകെപ്പാടെ ഞാൻ തകർന്നു. ഒരു ഇഞ്ച് എനിക്കിനി മുന്നോട്ട് നീങ്ങാൻ സാധ്യമല്ല. എന്തു ചെയ്യണം? ഞങ്ങൾ എന്തു ചെയ്യണ്ടു? ഒരുപാട് പേരെ ഈ ചോദ്യം കുഴയ്ക്കുന്നുണ്ട്. ഒരുപാട് പേര് അവരുടെ മനസ്സിൽ ഇങ്ങനൊരു ചോദ്യമുണ്ടെങ്കിലും ഇത് നേരെ ചൊവ്വേ ഒരാളോട് ചോദിക്കാനുള്ള അവരുടെ അഭിമാന പ്രശ്നം, ഒരാളുടെ ചോദിച്ച സംശയ നിവാരണം വരുത്താൻ സാധിക്കുന്നില്ല. സംശയ നിവാരണം വരുത്തണം. സ്വാധീനമുള്ള ജനപ്രീതിയുള്ള ഒരാള്, ഒരു ജനപ്രീതിയുള്ള ഒരു ജനനായകൻ ചോദിക്കാൻ ഒരു മടി, ചോദിക്കണമെന്നുണ്ട്. ഒരു ദിവസം രണ്ടും നിശ്ചയിച്ചു പോയി. അവിടെ ചെന്നപ്പോ ഒരു അഭിമാന പ്രശ്നം, ഇങ്ങനെ ചോദിക്കാതെ പോകുന്നു. ചോദിച്ചില്ല.
ഇനിയൊന്ന് വേറൊരാളെ കാണാം. ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല ഈ കാര്യം. അതിനെ ആരോടെങ്കിലും ചോദിച്ചാൽ പോരാ. ദൈവവചന സത്യവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളോട് ചോദിച്ച് സംശയ നിവാരണം വരുത്തണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം ഇവിടെ രൂപം കൊള്ളുന്നതും രൂപപ്പെടുന്നതും രൂപപ്പെടുത്തേണ്ടതും. ഇവര് ചോദിച്ച വ്യക്തി, ഇവര് തെരഞ്ഞെടുത്ത വ്യക്തിയെ കണ്ടോ? ഇവര് തെരഞ്ഞെടുത്ത വ്യക്തി, അവര് തെരഞ്ഞെടുത്തത് അപ്പോസ്തലന്മാരെയാ. യേശുവിനെ വിസ്തരിച്ച പിലാത്തോസുണ്ട്. അവന്റെ ഉദ്യോഗം അവന് നഷ്ടപ്പെട്ടു. ഒരു മാനസിക രോഗിയായിട്ട് മാറി പിലാത്തോസ് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഒരു മാനസിക രോഗി. എവിടെ വെള്ളം കണ്ടാലും ശരി, ഒരു തോടോ അരുവിയോ കണ്ടാൽ അതിലേക്ക് അവൻ ഓടി ഇറങ്ങി കൈ കഴുകും എന്ന രീതി. ഞാൻ ആ നീതിമാന്റെ രക്തം കാണിച്ചു കൊടുത്തു എന്നുള്ള ചിന്ത അവന്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. അതുകൊണ്ട് കൂടെ വെള്ളം കാണുന്നിടത്തൊക്കെ കൈ കഴുകുന്ന രീതി. മാനസിക രോഗിയായിട്ട് മാറി പിലാത്തോസ് ഒടുക്കം എന്നാണ് ചരിത്രം പറയുന്നത്. അവന്റെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, അവന്റെ നാടുവാഴി എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ യേശുവിനെ അയോഗ്യമായി കുറ്റം വിധിച്ചു. ഇല്ലാത്ത കുറ്റം വിധിച്ച് അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഈ ഒരു കാരണത്താലാണ്. പക്ഷെ അവന്റെ ജോലി പോകാതിരിക്കാൻ നോക്കി. എന്നിട്ടോ അവന്റെ ആ പ്രധാനപ്പെട്ട സ്ഥാനം, അവന്റെ കസേര പോകാതെ നോക്കി. പക്ഷെ കസേര തെറിച്ചു. യെരുശലേമിന്റെ വീതികളിൽ കൂടെ പോകുന്നത് കാണാം അതിലെ ഇതിലെയൊക്കെ എന്ന് എഴുത്തുകാരൻ പറയുന്നു. കൈ കഴുകുന്നു, വീട്ടിൽ കയറി വെള്ളം വാങ്ങിച്ച് കൈ കഴുകുന്നു. എത്ര കഴുകിട്ടും അവന് മതിയാകുന്നില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ കറ. പക്ഷേ ഈ ആളുകൾക്ക് യേശുവിന്റെ അല്ല, ഈ പിലാത്തോസിനെ കണ്ടിട്ട് സാറേ എന്താ വല്ല മാർഗവും പറയാനുണ്ടോ? യേശുവിനെ കണ്ട ആളല്ലേ. ഒന്ന് ചോദിച്ചു നോക്കിയാലോ? ഇല്ല, അവനാകപ്പാട് അവൻ തകർന്നു നടക്കുന്ന ആളാ. ഇനിയും അപ്പോസ്തലന്മാരെ കണ്ടു. അവരോട് ചോദിച്ചു എന്താണ് മാർഗമെന്ന്. അവര് പറഞ്ഞ മാർഗം ഇവിടെ നമുക്ക് വായിക്കാനുള്ളത്. അതിനപ്പുറത്തൊരു മാർഗമില്ല. പ്രവൃത്തി 2-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം ചോദ്യം, 38-ാമത്തെ വാക്യം അതിന്റെ ആൻസർ. അവരോട് മാത്രമുള്ള ആൻസർ അല്ല പ്രിയപ്പെട്ടവരെ. ഈ ആൻസർ ഈ ചോദിക്കാൻ വന്ന ഈ ചില വ്യക്തികളോട് മാത്രമുള്ളതല്ല ആൻസർ. പിന്നെ ഈ ചോദ്യത്തിന്റെ ആൻസർ നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവ് വരെ ജീവിക്കുന്ന ആളുകളോടുള്ള ആൻസർ. കർത്താവിന്റെ മടങ്ങിവരവ് വരെ ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകളോടുള്ള ആൻസർ. ഇത് ചെയ്യണം, രക്ഷ പ്രാപിക്കുക. രക്ഷ പ്രാപിക്കുക. എന്തു ചെയ്യണം എന്നുള്ള ചോദ്യം, അതിനുള്ള ഉചിതമായ മറുപടി അപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുന്ന കണ്ടോ. അവർക്ക് മനസ്സിലാകത്തെ കൊണ്ടും അതിനെ വിശദീകരിച്ച് അനലൈസ് ചെയ്ത് പ്രത്യേകം ഭാഗമായിട്ട് മനസ്സിലാകുന്ന ഭാഷയിലും ലളിതമായ രീതിയിലും അവരെ അത് അവതരിപ്പിച്ചു. അല്ല, ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഒന്നുകൂടെ ഞങ്ങൾക്ക് അത് മനസ്സിലായില്ലല്ലോ സാറേ
യജമാനന്മാരെ ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഇല്ല, പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തക്കവണ്ണം ചിന്താക്കുഴപ്പങ്ങളോ തെറ്റിദ്ധാരണയോ ഇല്ലാതെ വണ്ണം അത്രമാത്രം വിശദീകരിച്ചു കൊടുക്കുന്നു. ആ ആൻസർ നമ്മളോട് തന്നെയാണ്, നമ്മളോടും. എന്നുവരെ ഇതിനെയും ഈ രീതി കുറച്ചു കഴിയുമ്പോൾ മാറിയിട്ട് പുതിയൊരു മെത്തേഡ് ഇനിയും വരുമോ? ഈ സമ്പ്രദായം ഒരു കണക്കിന് നോക്കിയാൽ അത് കാലഹരണപ്പെട്ടു. ഈ സമ്പ്രദായം, ഈ പറഞ്ഞ ആൻസർ. ഇനി നമുക്ക് ഒരു പുതിയ സമ്പ്രദായം ഞങ്ങൾ കൊണ്ടുവരികയാണ് എന്നാണോ അതിനർത്ഥം? ഈ വേദപുസ്തക സത്യങ്ങളൊന്നും ഒരിക്കലും കാലഹരണപ്പെടുന്നവയല്ല. ഇത് കർത്താവിന്റെ മടങ്ങിവരവ് വരെ ജീവിച്ചിരിക്കുന്നവരോടുള്ള ഒരു ആൻസർ ആണെന്ന് ഓർക്കണം. അപ്പോസ്തലന്മാരോട് അതിന് ഉചിതമായ മറുപടി അപ്പോസ്തലന്മാർ പറഞ്ഞു. അല്ല, ഇത് പറഞ്ഞപ്പോൾ ഈ ചോദിച്ച ആളുകൾക്ക് ഞങ്ങൾക്കത് അത്ര അങ്ങോട്ട് തൃപ്തികരമാണെന്ന് തോന്നുന്നില്ലല്ലോ എന്നൊരു ചിന്ത വന്നു. ഞങ്ങൾക്കിത് അത്ര മാത്രം അങ്ങോട്ട് തൃപ്തികരമാണെന്ന് തോന്നുന്നില്ല. മറ്റെന്തെങ്കിലും ഒരു കാര്യം കൂടെ പറയാനുണ്ടോ? ഇല്ല, ഇതേ പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചില്ല. അതവരങ്ങ് അംഗീകരിച്ച് പോവുക ചെയ്തത്. ഇനി നോക്കിക്കേ, നമുക്ക് യേശു ജീവിച്ചിരുന്നപ്പോൾ, ഇത് അപ്പോസ്തലന്മാരുടെ കാലത്തുണ്ടായ സംഭവമാണ്. അപ്പോസ്തലന്മാരുടെ കാലത്ത് ഉണ്ടായ സംഭവമായത്. ഇനി യേശു ജീവിച്ചിരുന്നപ്പോഴോ, അങ്ങനെ യേശു ജീവിച്ചിരുന്നപ്പോഴുള്ള ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെ വല്ല ചിന്തയോ ഉണ്ടായോ? യേശു ജീവിച്ചിരുന്നപ്പോൾ അതോ ഈ ചിന്തയൊക്കെ ഉണ്ടായത് അപ്പോസ്തലന്മാരുടെ കാലത്താണോ ഇങ്ങനെയൊക്കെ ചിന്ത ഉണ്ടാകാൻ തുടങ്ങിയത്? ഈ ചിന്തകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് അപ്പോസ്തലന്മാരുടെ കാലത്താണ്. അപ്പോസ്തലന്മാരുടെ കാലത്തല്ല, യേശുവിന്റെ കാലത്തും ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളില് ഇങ്ങനെയുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട്. നോക്ക്, മത്തായിയുടെ സുവിശേഷം 19 അധ്യായം എടുത്താൽ, മത്തായി 19. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 16 വാക്യം നമുക്കത് വായിക്കാം. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെ കുറിച്ച് ചോദിക്കുന്നത് എന്ത്? മതി 19:16. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകളും ചോദ്യങ്ങളും ഒക്കെ യേശുവിന്റെ കാലത്തും ജീവിച്ചിരുന്നവർക്ക് ഉണ്ടായിട്ടുണ്ട്. യേശുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നവർക്ക് ഇങ്ങനൊരു ചോദ്യം. അപ്പോസ്തലന്മാരുടെ കാലത്ത് മാത്രമല്ല. എത്ര നല്ല ചോദ്യമാണ് നോക്കിക്കേ അവര് ചോദിക്കാൻ വന്നത്. എത്ര നല്ല ചോദ്യമാണ്. നമ്മുടെ നാട്ടിൽ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം കിട്ടുമോ എന്ന ചോദ്യമായിട്ടല്ല വന്നത്. യെരുശലേം ദേവാലയത്തിലോ അല്ലെങ്കിൽ യെരുശലേം നമ്മുടെ രാജാക്കന്മാരുടെ, റോമാൻ ചക്രവർത്തിമാരുടെ ഒക്കെ കൊട്ടാരത്തിലും കാണാം, പെട്ടെന്ന് ഒരു ജോലി തരപ്പെടാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യമല്ല. ചോദ്യം ഒട്ടും ഭൗതികമല്ലെന്ന് ഓർക്കണം. ഈ ചോദിക്കാൻ വന്ന ആള് ആ ചോദ്യം ഒന്ന് വിലയിരുത്തിക്കേ എന്നുള്ള ചോദ്യം ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ കഴിയും എന്ത് ചോദ്യമായിട്ട് അങ്ങേര് വന്നേക്കുന്നത്. ആത്മിക ചോദ്യമോ അതോ ഭൗതികമോ? എങ്ങനെയുള്ള ചോദ്യം? ചോദ്യം, വിഷയം ആത്മികമോ ഭൗതികമോ? ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും ഈ ആളുടെ ചോദ്യം ഒട്ടും ഭൗതികമല്ല. ഈ ചോദ്യം പിന്നെ ആത്മികമാണ്. ചോദ്യം കണ്ടോ? 19:16. ഗുരു, നിത്യജീവനെ
പ്രാപിക്കാനെന്ന്, വാങ്ങിക്കാനല്ല. കാരണം അത് വാങ്ങാൻ കിട്ടുന്ന കാര്യമല്ലല്ലോ, ഇത് പ്രാപിക്കേണ്ടതാണ്. പ്രാപിക്കുക, പ്രാപിക്കാൻ. ഞാൻ എന്ത് നന്മ ചെയ്യണം? അപ്പൊ അന്നത്തെ ആളുകളുടെ ധാരണ നന്മ ചെയ്താൽ മതിയെന്ന. ഇന്നും നല്ലൊരു കൂട്ടം ആളുകളുടെ ചിന്ത നന്മ ചെയ്ത് നിത്യജീവൻ പ്രാപിക്കാമെന്ന. നന്മ ചെയ്യുക, അങ്ങനൊരു ചിന്ത പല ആളുകളുടെ ഇടയിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പലരും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. സാമൂഹിക പ്രവർത്തനങ്ങൾ, ചാരിറ്റി, ചേരി നിർമാർജനം, പാവപ്പെട്ടവരെ സഹായിക്കുക, ആടുമാടുകളെ വാങ്ങിച്ചു കൊടുക്കുക, ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുക, വീടുകൾക്ക്, പാവപ്പെട്ടവർക്ക്, വിധവമാർക്ക് വീട് വെച്ച് കൊടുക്കുക. അപ്പൊ അവൻ ചോദിച്ച ചോദ്യം ശ്രദ്ധിക്കണം, എന്ത് നന്മയെന്ന്. എന്തിന്? നിത്യജീവൻ പ്രാപിക്കാൻ, തീർത്ഥാടനം, വിശുദ്ധ നാട് സന്ദർശനം, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കൽ. ഇതൊക്കെയാ ഉദ്ദേശിച്ചത് ഇയാള്. ഇതൊക്കെ ചെയ്താൽ നിത്യജീവന് കിട്ടുമെന്ന്. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, പാവപ്പെട്ടവരും ദരിദ്രരും എന്തു ചെയ്യും? അവർക്ക് മറ്റുള്ളവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ സാധിക്കുമോ? പാവപ്പെട്ടവരെ അവര് പാവപ്പെട്ടവരാ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം കൂടെ നീക്കിവെച്ച് കർത്താവ് പറഞ്ഞ വാക്ക് നോക്കിക്കേ. നന്മ പ്രവർത്തികളോ, ദീനകാരുണ്യ പ്രവർത്തനങ്ങളോ, ചാരിറ്റി പ്രവർത്തനങ്ങളോ, ഇതൊന്നിന്റെയും അടിസ്ഥാനത്തിലല്ല ബിൽ ഗേറ്റ്, ലോകത്തിലെ 1-ാം നമ്പര് സമ്പന്നൻ, 65,000 കോടി മാറ്റിവെച്ചേക്കുന്നു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്. മറ്റ് വലിയ വലിയ സമ്പന്നന്മാര് വലിയ തുക മാറ്റിവെക്കുന്നു ചാരിറ്റി പ്രവർത്തനം, പാവപ്പെട്ടവരെ സഹായിക്കാൻ. അമേരിക്കയിലെ ഏറ്റവും വലിയ ധനികനായിരിക്കുന്ന മസ്ക് കോടികൾ മാറ്റിവെക്കുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ. ഇതുകൊണ്ട് വല്ലതും ലഭിക്കുന്നതാണോ ഈ നിത്യജീവൻ? അപ്പം കൊടുക്കാൻ കഴിയാത്തവര്, ഇവൻ ചോദിച്ചത് എന്ത് നന്മ ചെയ്യണമെന്ന. യേശു പറഞ്ഞെന്ന് നോക്കിക്കേ, എന്താ മറുപടി? 17-ാമത്തെ വാക്യത്തിൽ, എന്നെ ഗുരു എന്ന് വിളിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? എന്നെ നല്ലവനെന്ന് വിളിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ? പിന്നെ നീ ഒരു കാര്യം ചെയ്യ, ജീവനിൽ കടക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, നിത്യജീവനിൽ പ്രവേശിക്കാൻ നീ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്തു ചെയ്യണം? ആ വാക്ക് എത്രമാത്രം ഘനമുള്ളൊരു വാക്കാണെന്ന് നോക്കുക. എത്രമാത്രം ഘനമുള്ള, എത്രമാത്രം പ്രാധാന്യമുള്ളൊരു പദം. നിനക്ക് നിത്യജീവൻ പ്രാപിക്കണമെന്ന് വലിയ ഒടുങ്ങാത്ത താല്പര്യമുണ്ട്. ശരി, കൊള്ളാം, പ്രശംസനീയമാണ്. പക്ഷെ അതിന് നീ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. അതുകൊണ്ട് ചാരിറ്റി വേണ്ട എന്നർത്ഥമില്ല,
ഈ തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട എന്ന് അർത്ഥമില്ല. കൽപ്പനകൾ പ്രമാണിക്കണം. കൽപ്പന എന്നുള്ള ഒറ്റ വാക്കല്ല ഉദ്ദേശിച്ചത്. കൽപ്പനകൾ, തിരുവെഴുത്തിലെ കൽപ്പനകൾ പ്രമാണിക്കുക. തിരുവെഴുത്തിലെ കൽപ്പനകൾ പ്രമാണിക്കാൻ ആരംഭിക്കുക, നിനക്ക് നിത്യജീവൻ കിട്ടും. നീ തിരുവെഴുത്തിലെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാവുക, അതിന് മനസ്സ് വെക്കുക, നിനക്ക് നിത്യജീവൻ കിട്ടും. ഇതാ കർത്താവ് ഇവിടെ വ്യക്തമാക്കിയത്. ഇവിടെ നമുക്കിവിടെ നിർത്താം. അത്യുന്നതനായ മഹാദൈവത്തെ സംബന്ധിച്ച് അവൻ മുഖാന്തരം ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷ, യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ തന്റെ ജീവനെ അർപ്പിച്ച് ജീവനെ ബലിയാക്കി താൻ സമ്പാദിച്ച രക്ഷ, അത് തിരുവെഴുത്തിൻ പ്രകാരമാണ്. പഴയ നിയമ പ്രവാചകന്മാർക്ക് മറഞ്ഞിരുന്ന മഹാരക്ഷ പുതിയ നിയമത്തിലെ നമുക്കത് വെളിപ്പെട്ടു. ആ വ്യവസ്ഥകളും ആ ഉപദേശങ്ങളും കൽപ്പനകളും അനുസരിക്കുന്നതിൽ കൂടെ മാത്രമേ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള വിശുദ്ധീകരണവും പാപമോചനവും പാപമേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ കൂടെ മാത്രമേ നമുക്ക് നിത്യജീവന് അവകാശിയായി തീരാൻ പറ്റൂ. ഞാനിവിടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.